ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1. ശരിക്കും പറഞ്ഞാൽ ഒരു എയ്ഡ്സ് വിരുദ്ധ ദിനം എന്ന് വേണം നമുക്ക് പറയാൻ. HIV ബാധയെ പ്രതിരോധിക്കുന്നതിനും അവബോധം വളർത്താനും ലോകാരോഗ്യ സംഘടന 1988 മുതലാണ് എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ശരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏതാണ്ട് 4 കോടിയോളം ജനങ്ങൾ HIV രോഗബാധിതരായ ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ തകർക്കുന്നതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. പ്രതിരോധശേഷി കുറയുന്നതോടെ ശരീരം ദുർബലമാവുകയും മറ്റു പല അണുബാധകൾ ഉണ്ടാവുകയും ചെയ്യും. 80കളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ പേശിവേദന അനുഭവപ്പെടുകയും ക്രമേണ തൂക്കം കുറയുകയും ചെയ്ത 5 യുവാക്കൾ ചികിത്സ തേടിയതോടെയാണ് ഈ രോഗത്തെപ്പറ്റി ലോകമറിഞ്ഞത്. അമേരിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന ഈ രോഗത്തിന് പേര് നൽകിയത്. ലോകത്ത് 4 കോടിയോളം പേർക്കാണ് HIV ബാധയുള്ളത്. ഇവരിൽ 90 ലക്ഷം പേർക്ക് ചികിത്സ ലഭിക്കുന്നില്ല. 2023 ആഗോളതലത്തിൽ 13 ലക്ഷം പേർക്ക് പുതുതായി HIV സ്ഥിരീകരിച്ചു. ഇതേ വർഷം 6,30,000 പേരാണ് HIV ബാധിച്ചു മരിച്ചത്. 2023 ഇന്ത്യയിൽ 66,400 പുതിയ HIV കേസുകൾ കണ്ടെത്തി. കേരളത്തിൽ 2023 HIV ബാധിച്ചത് 1,270 പേർക്ക്. 2024 ഒക്ടോബർ വരെ മാത്രം 1,065 പേർക്ക് HIV കണ്ടെത്തി. സംസ്ഥാനത്ത് ആകെയുള്ള HIV പോസിറ്റീവ് കേസുകളിൽ 15%-വും 19-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ്. സുരക്ഷിതമായ ലൈംഗിക ബന്ധം, ലൈംഗിക രോഗങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ, ഒന്നിലധികം ലൈംഗിക പങ്കാളിയെ ഒഴിവാക്കുക, കുത്തിവെപ്പ് സൂചി പങ്കിടുന്നത് ഒഴിവാക്കുക തുടങ്ങി പല രീതിയിൽ HIV പ്രതിരോധിക്കാനാവും. അണുബാധയേറ്റവർക്ക് ആന്റി റിട്രോവൽ തെറാപ്പിയാണ് നിലവിൽ നൽകുന്നത്. പക്ഷേ ചികിത്സയേക്കാൾ പ്രതിരോധമാണ് നല്ലത്. റിസർച്ച് ഡെസ്ക് 24.